കുറച്ച് ദിവസം മുൻപ് നമ്മൾ ചെയ്തൊരു വീഡിയോയുടെ താഴെ വന്നൊരു കമൻറ്റാണ് കേട്ടോ ഇത്. അതായത് ഡോണ്ട് ബി അരോഗ്യൻ്റ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചേക്കുന്നത് നമ്മൾ ബി എന്തിനാ അവിടെ ചേർക്കണേ എന്നാണ്. ഡോണ്ട് അരോഗ്യൻ്റ് എന്ന് പറഞ്ഞാൽ പോരെ, ബിയുടെ ഉപയോഗം എന്താ എന്നാണ് അദ്ദേഹം ചോദിച്ചേക്കുന്നത്. നമുക്കും സ്വാഭാവികമായിട്ടും ന്യായമായി തോന്നാവുന്ന ഒരു സംശയം തന്നെയാണ് അല്ലേ, എന്താ ഈ ബിയുടെ ഉപയോഗം അവിടെ എന്ന്. നമുക്ക് ശരിക്കും നോക്കാം ഈ ബി ആരാണ്, എന്താണ്, എന്തിനാണ് എന്ന്. എപ്പോഴും പറയാറുണ്ട്, കേൾക്കാറുണ്ട്. അതായത് ബി പൊലൈറ്റ്, ബി കെയർഫുൾ, ബി ഹംബിൾ, അല്ലെങ്കിൽ ഡോണ്ട് ബി ആംഗ്രി എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അവിടെയൊക്കെ നമ്മൾ ആരെ ചേർത്തിട്ടുണ്ട്? ഈ ബിയെ ചേർത്തിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഈ ബിയുടെ അർത്ഥം നോക്കുകയാണെങ്കിൽ അത് ആവുക അല്ലെങ്കിൽ ഇരിക്കുക എന്നൊക്കെ അർത്ഥം. അതായത് ഇപ്പം ബി ഹാപ്പി എന്ന് പറഞ്ഞാൽ ഹാപ്പി ആയി ഇരിക്കുക എന്ന അർത്ഥം. ഇപ്പോഴും നമ്മൾ പറഞ്ഞിട്ടില്ല എന്തിനാ ബി വന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ സംശയത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അദ്ദേഹം പറഞ്ഞേക്കുന്നത് ഡോണ്ട് ബി അരോഗ്യൻ്റ് എന്നതിൽ ബിയുടെ ഉപയോഗം എന്താണ് എന്നാണ് അല്ലേ. നമ്മൾ ഡോണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ എന്തേ ഒരു കാര്യം പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ക്രിയയായിരിക്കണം. ക്രിയ എന്ന് പറഞ്ഞാൽ അറിയാലോ, വേർബ്, ആക്ഷൻ അല്ലേ, നമ്മൾ ചെയ്യണ ഒരു കാര്യം. അപ്പോൾ ഡോണ്ട് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഡോണ്ട് ഗോ, പോകരുത്, ഡോണ്ട് ഈറ്റ്, കഴിക്കരുത്, ഡോണ്ട് ജമ്പ്, ചാടരുത്, ഡോണ്ട് ബീറ്റ്, തള്ളരുത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. ഇത് ക്രിയയുടെ ആദ്യത്തെ രൂപമായിരിക്കും നമ്മൾ ഡോണ്ട് കഴിഞ്ഞാൽ എപ്പോഴും ഉപയോഗിക്കാറ്. പക്ഷെ ഇവിടെ നോക്കിയേ, ഈ അരോഗ്യൻറ്റ് അല്ലെങ്കിൽ ഹാപ്പി, ആംഗ്രി, കൈൻഡ് എന്നൊക്കെ പറയുന്ന ഒരു വേർബാണോ, ഒരു ക്രിയയാണോ? അല്ലല്ലോ, ഒരു ക്രിയയല്ല അല്ലേ. അതൊരു അഡ്ജക്റ്റീവാണ്, ഒരു വിശേഷണമാണ്. നമ്മൾ ഈ പറയുന്ന അരോഗ്യൻറ്റ്, ഹാപ്പി, ആംഗ്രി എന്നൊക്കെ പറയുന്ന ഒരാളുടെ അവസ്ഥയാണ് അല്ലേ. അതൊരു ആക്ഷൻ അല്ല, ഒരു ക്രിയയല്ല അല്ലേ. അതൊരു ക്രിയയല്ല, അതൊരു അവസ്ഥയാണ്, അല്ലെങ്കിൽ അയാളുടെ ഒരു ഗുണത്തെ പറ്റി പറയുന്ന കാര്യമാണ് അല്ലേ. അപ്പൊ ക്രിയയാവുമ്പോഴാണ് നമ്മൾ ക്രിയയ്ക്ക് നമുക്ക് ബി ചേർക്കേണ്ട ആവശ്യമില്ല. ഡോൺ കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ക്രിയ എടുത്തിടാം. ഡോണ്ട് ഗോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോവരുത്, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ ക്രിയയെ കൊണ്ടുപോയിട്ടിടാം. പക്ഷെ ഇതൊക്കെ ഒരു അവസ്ഥയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യം വരുമ്പോൾ നമുക്ക് ഈ ഡോണ്ട് കഴിഞ്ഞിട്ട് ഇവരെ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുപോയി ഇടാൻ പറ്റില്ല. അപ്പൊ ഡോണ്ട് അരോഗ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു അർത്ഥമില്ല അല്ലേ. നമ്മൾ അവിടെയാണ് നമുക്ക് രക്ഷകനായിട്ട് ഈ ബി നമ്മൾ ചേർക്കുന്നത്. ഡോണ്ട് ബി അരോഗ്യൻ്റ്, അരോഗ്യൻ്റ് ആവാതെ ഇരിക്കുക. കണ്ടോ, ആ ഇരിക്കുക, അതാണ് ഈ ബി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബി ഹാപ്പി, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഡോണ്ട് ബി സാഡ്, സാഡ് ആവാതെ ഇരിക്കുക. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ആരെ ചേർക്കുന്നത്, ശരിക്കും ബിയെ ചേർക്കുന്നത്. നമ്മൾ ക്ലാസ്സിൽ കുട്ടികൾ ബഹളം വെക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ ബി ക്വയറ്റ്, ബി ക്വയറ്റ്. എന്തിനാ അവിടെ ബി ചേർക്കുന്നത്? ക്വയറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു വിശേഷണമാണ് അല്ലേ. എങ്ങനെ ശാന്തമായി മിണ്ടാതെ ഇരിക്കൂ എന്നുള്ളൊരു അർത്ഥമാണ് പറയണേ അല്ലേ. അപ്പോൾ അവിടെ ബി ചേർക്കുക എന്ന് പറഞ്ഞാൽ ക്വയറ്റ് ആവൂ, ശാന്തമാകൂ, ആവൂ. ആവൂ ആണ് ശരിക്കും പറഞ്ഞാൽ ബി എന്ന് പറയുന്നത്. ബി ക്വയറ്റ്, ശാന്തമായിട്ടിരിക്കൂ, ഒച്ചുണ്ടാക്കരുത്, ബഹളം ഉണ്ടാക്കരുത് എന്നുള്ളൊരു അർത്ഥമാണ്. ഇപ്പോൾ കാടും മേടും ഒക്കെ ഉള്ള വഴിയിൽ കൂടെ നടക്കുമ്പോൾ നമ്മൾ അടുത്തുള്ള ആളോട് പറയുമ്പോൾ ബി കെയർഫുൾ, ബി കെയർഫുൾ, സൂക്ഷിച്ചിരിക്കുക, ശ്രദ്ധയോടെ ഇരിക്കുക കേട്ടോ. അവിടെ ആ ഇരിക്കുക എന്ന് പറയണ ആ ഒരു അവസ്ഥ എങ്ങനെയായിരിക്കണം, നീ അങ്ങനെ ആവൂ എന്ന് പറയില്ലേ, അതിനാണ് നമ്മൾ ശരിക്കും എന്ത് ചേർക്കണേ, ഈ ബി ചേർക്കുന്നത് കേട്ടോ. ആരെയും സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ പറയും ബി സ്ട്രോങ് അല്ലേ. നമ്മൾ ശക്തനായിട്ടിരിക്കുക, സ്ട്രോങ് ആയിട്ടിരിക്കുക, സ്ട്രോങ് ആയി ഇരിക്കൂ കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്, ബിയെ. അത് ബി പൊലൈറ്റ്, വിനയമുള്ളവനാകൂ, ദേഷ്യമുള്ളവനാകരുത്, നെഗറ്റീവായി അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ പറയാം, ഡോണ്ട് ബി എന്ന് പറയാം. ഡോണ്ട് ബി ആംഗ്രി, ദേഷ്യമുള്ളവനാവരുത്. ഡോണ്ട് ബി ആംഗ്രി അല്ലേ, മടിയനാകരുത്. ഡോണ്ട് ബി ലേസി. ഇവിടെയും കണ്ടോ, നമ്മൾ ഡോണ്ട് കഴിഞ്ഞിട്ട് ബി ചേർത്തു. കാരണം ഈ പറയുന്ന ലേസി ആവട്ടെ അല്ലെങ്കിൽ എന്താ പറയുക ആംഗ്രി ആവട്ടെ, ഇതൊന്നും വേർബല്ല, ക്രിയയല്ല. വൈകരുത്, ഡോണ്ട് ബി ലേറ്റ്, വൈകരുത്, ഡോണ്ട് ബി ലേറ്റ്. ഈ ഡോണ്ട് നമ്മളെപ്പോഴും നമുക്കൊരു നെഗറ്റീവ്, അതായത് ഒരു നല്ലതല്ലാത്തൊരു സ്വഭാവം ഉണ്ടാവില്ലേ, അതിൻ്റെ കൂടെ ആയിരിക്കുമല്ലോ നമ്മളെപ്പോഴും ഡോണ്ട് ചേർക്കുക. മറ്റേത് നമ്മൾ എപ്പോഴും സ്ട്രോങ് ആയിരിക്കും, ബി ഹാപ്പി, ബി സ്ട്രോങ് എന്നൊക്കെയാണല്ലോ നമ്മൾ പറയാറ് അല്ലേ. നല്ലതിൻ്റെ കൂടെ ഒക്കെ ബി മതി. നല്ലത് അല്ലാത്തത് നമ്മൾ എന്ത് ചെയ്യണം, ഡോണ്ട് ചേർത്തിട്ട് പറയണം, ഇങ്ങനെ ആവരുത്, അതാവരുത് എന്നൊക്കെ പറയും അല്ലേ. അസൂയുള്ളവനാവരുത്, അസൂയപ്പെടരുത്. എങ്ങനെ പറയാ, ഡോണ്ട് ബി ജെലസ് എന്ന് പറയാം അല്ലേ. ഡോണ്ട് ബി ജെലസ്, ഡോണ്ട് ബി ജെലസ്. ഇനി ഇവനെ നമുക്ക് ഭാവിയിലും കാണാൻ പറ്റും, ഭാവിയിലെ കാര്യങ്ങൾ പറയുമ്പോഴും കാണാൻ പറ്റും. അപ്പം നമുക്ക് കൺഫ്യൂഷൻ വന്നേക്കാം. ഭാവിയിൽ വില്ല് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ക്രിയ അല്ലേ. ഇപ്പം ഞാൻ വെള്ളം കുടിക്കും, ഐ ഡ്രിങ്ക് വാട്ടർ എന്നല്ലേ പറയാറ് അല്ലേ. അപ്പം അവിടെ ബിയുടെ ആവശ്യം എന്താ എന്ന് വരും. അവിടെയും ഈ സെയിം സംഭവം തന്നെയാണ്. അതായത് വേർബിൻ്റെ കൂടെ ആയിരിക്കില്ല നമ്മൾ ഈ ബി ചേർക്കുക, വില്ലിൻ്റെ കൂടെ. ഇപ്പം ഐ ഡ്രിങ്ക് വാട്ടർ എന്ന് പറഞ്ഞാൽ, ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷനാണ്, കണ്ടില്ലേ, ആക്ഷനാണ് അല്ലേ. കുടിക്കുക എന്ന് പറയുന്ന ഒരു ആക്ഷനാണ്. ഐ പ്ലേ ക്രിക്കറ്റ്, ഞാൻ ക്രിക്കറ്റ് കളിക്കുക എന്ന് പറയുന്നത് ഒരു ആക്ഷനാണ് അല്ലേ. അപ്പോൾ അവിടെ ബിയുടെ ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഭാവിയിൽ ഈ ബി കൊണ്ടുപോയിട്ട് വില്ലിൻ്റെ കൂടെ ചേർക്കണ്ടേ? സെയിം നമ്മുടെ ഒരു അവസ്ഥ കാണിക്കാൻ, നമ്മുടെ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് കാണിക്കാൻ. അതിന് തന്നെയാണ് നമ്മൾ ഭാവിയിലായാലും ബി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഐ ബി എ ടീച്ചർ, ഞാനൊരു ടീച്ചറാകും. ടീച്ചർ എന്ന് പറയുന്നത് അത് ആകും അല്ലേ. ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു ക്രിയയല്ല
മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചേർത്തേക്കണേ, ബി ചേർത്തേക്കണം. ഐ വിൽ ബി എ ടീച്ചർ, ഞാനൊരു ടീച്ചറാകും. അവിടെ ഞാൻ എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്യും എന്നല്ല പറയണേ, അല്ലെ? ഒരു ക്രിയ ചെയ്യും, അതായത് കുടിക്കും കളിക്കും എന്നൊക്കെ പറയണ മാതിരിയുള്ള ഒരു ആക്ഷൻ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അവൾ നാളെ ഹാപ്പി ആയിരിക്കും, അവൾ നാളെ സന്തോഷവതിയായിരിക്കും. എങ്ങനെ പറയാ? ഷീൽ ബി ഹാപ്പി ടുമോറോ, ഷീൽ ബി ഹാപ്പി ടുമോറോ. കണ്ടില്ലേ? ആ ഹാപ്പി എന്ന് പറയുന്നതും ഒരു അവസ്ഥയാണ്, അല്ലേ? അത് നമ്മൾ ക്രിയയല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ പറയാം? ഷീൽ ബി എന്ന് പറയാം. ഷീൽ ബി ഹാപ്പി ടുമോറോ എന്ന് പറയാം. അവൻ ഒരു ദിവസം പണക്കാരനാകും, അവനൊരു ദിവസം റിച്ച് ആകും. എങ്ങനെ പറയാ? ഹിൽ ബി റിച്ച് വൺ ഡേ, ഹിൽ ബി റിച്ച് വൺ ഡേ. കണ്ടില്ലേ? അതും ക്രിയയല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ബി ചേർത്തത്. ഹിൽ ബി റിച്ച് വൺ ഡേ, ഒരിക്കലും അവന് പണക്കാരനാകും. ഞാൻ 5 മണിക്ക് അവിടെ ഉണ്ടാവും, ഞാൻ 5 മണിക്ക് അവിടെ ഉണ്ടാവും. എങ്ങനെ പറയാ? ഐ വിൽ ബി ദേർ അറ്റ് 5 o'clock. ഓക്കെ, ഐ വിൽ ബി ദേർ അറ്റ് 5 o'clock. അവിടെ ഉണ്ടാകും. അവിടെ നമ്മൾ ആരെ ചേർത്തിട്ടുണ്ട്? വില്ലിൻ്റെ കൂടെ ബി എ ചേർത്തിട്ടുണ്ട്. അത് ഇത്രയേ ഉള്ളൂ. ഒരു ക്രിയയാണ് വരുന്നതെങ്കിൽ അവിടെ ബിയുടെ ആവശ്യം വരുന്നില്ല, അല്ലേ? ഐ വിൽ ഡ്രിങ്ക് അല്ലെങ്കിൽ ഐ വിൽ കുക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരു ക്രിയയാണ്, അവിടെ ബിയുടെ ആവശ്യം വരുന്നില്ല, അല്ലേ? അതേ സ്ഥാനത്ത് നമ്മുടെ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ്, നമ്മുടെ ഒരു അവസ്ഥ എന്താണ് എന്ന് കാണിക്കാനാണെങ്കിൽ നമുക്ക് ബി ചേർക്കാം. ഐ വിൽ ബി ഹാപ്പി, ഞാൻ ഹാപ്പി ആയിരിക്കും. ആ ഹാപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഒരു അവസ്ഥ കാണിക്കുന്നതാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് സംഭവം, ഇതാണ് ബിയുടെ ഉപയോഗം. അവൾ നാളെ ഇവിടെ ഉണ്ടാകും, അവൾ നാളെ ഇവിടെ ഉണ്ടാകും എന്നെങ്ങനെ പറയും? അതുപോലെ ക്ഷമയോടെ ഇരിക്കൂ, ക്ഷമയോടെ ഇരിക്കൂ എന്നെങ്ങനെ പറയും?